മാർട്ടിൻ ക്രോ ക്യാൻസർ കവർന്നെടുത്ത ക്രിക്കറ്റ് പ്രതിഭാസം. കാലം ചിലരെ അടയാളപ്പെടുത്തുന്നത് ജീവിതകാലം അയാൾ ചെയ്ത വിപ്ലവകരമായ പരിഷ്കാരങ്ങളുടെ പേരിലായിരിക്കും. പ്രതിഭാധനരായ ഒരുപാട് കളിക്കാർ ഉണ്ടായിട്ടും ഒരു മികച്ച കളി പോലും റെക്കോർഡിലാക്കാൻ പാടുപെട്ടിരുന്ന കറുത്തു തൊപ്പിക്കാരുടെ ക്യാപ്റ്റനായി മാർട്ടിൻ ക്രോ എത്തിയതോടെ കളി ന്യൂസിലാൻഡിനും വഴങ്ങുന്ന ഒന്നാണെന്ന് ക്രിക്കറ്റ് വിശാരദന്മാർ എഴുതി തുടങ്ങി. മുന്നിൽ നിന്ന് നയിക്കുക എന്നതെന്ന് 1992 ലോകകപ്പിൽ മാർട്ടിൻ ക്രോ എന്ന നായകൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ലീഗ് മാച്ചിൽ പാകിസ്ഥാനോട് മാത്രം തോറ്റ് ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയ ന്യൂസിലാൻഡ് സെമിയിൽ വീണ്ടും പാകിസ്ഥാനോട് തോറ്റ് പുറത്താക്കാനായിരുന്നു വിധി. അന്ന് മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ ക്രോ 83 പന്തിൽ 3 സിക്സറുകളുടെയും 7 ഫോറുകളുടെയും അകമ്പടിയോടെ 91 റൺസ് നേടി ദൗർഭാഗ്യകരമായി റൺഔട്ട് ആവുകയായിരുന്നു. അതും തനിക്ക് വേണ്ടി ബൈ റണ്ണറായി നിർത്തിയ ഗ്രേറ്റ് ബാച്ചിന്റെ നോട്ടപ്പിശകിൽ സംഭവിച്ച റൺഔട്ട്. എന്തായാലും ആ ടൂർണമെന്റിൽ 456 റൺസ് നേടി ക്രോ ലീഡിംഗ് റൺ സ്കോററായി. മാർക്ക് ഗ്രേറ്റ് ബാച്ചിനെ പിഞ്ച് ഹിറ്ററുടെ മേലങ്കിയിൽ ഓപ്പൺ ബാറ്റിംഗിനിറക്കി ഇന്ത്യൻ വംശജനും ഓഫ് സ്പിന്നറുമായ ദീപക് പട്ടേലിനെ ഓപ്പൺ ബൗൾ ചെയ്യാൻ അനുവാദം നൽകി. അങ്ങനെ വിപ്ലവകരമായ പിന്നീട് പലരും അനുകരിച്ച പല തീരുമാനങ്ങളും മാർട്ടിൻ ക്രോ എന്ന ക്യാപ്റ്റനിൽ നിന്നുണ്ടായി. 77 ടെസ്റ്റിൽ നിന്നും 45.36 ശരാശരിയിൽ 5444 റൺസും 143 ഏകദിനങ്ങളിൽ നിന്നും 38.55 ശരാശരിയിൽ 4704 റൺസുമായിരുന്നു മാർട്ടിൻ ക്രോയുടെ ക്രിക്കറ്റിലെ ആകെ സമ്പാദ്യം. അതിലൊരു തവണ ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ 299 ഔട്ടാക്കുക എന്നൊരു ദുര്യോഗവും മാർട്ടിനെ തേടിയെത്തി. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്നേ വരെ 299 വെച്ച് ഔട്ടായ ഒരേ ഒരു താരമേ ഉള്ളൂ. അത് മാർട്ടിൻ ക്രോ അല്ലാതെ മറ്റാരുമല്ല. 2012 അർബുദബാധിതനായ മാർട്ടിൻ ക്രോ 2013 ക്യാൻസർ വിമുക്തനായതായി മാർട്ടിൻ വെളിപ്പെടുത്തിയെങ്കിലും 2014 വീണ്ടും രോഗബാധിതനായി. 2016 മാർച്ച് 3 പകലിൽ തന്റെ 53-ാം വയസ്സിൽ ആ പ്രതിഭ മരണമെന്ന രംഗബോധമില്ലാത്ത കോമാളിക്ക് കീഴടങ്ങി. ക്രിക്കറ്റ് ചരിത്രത്തിൽ നിറമുള്ള ചിത്രങ്ങളിൽ ക്രോയുടെ ഒരുപാട് ഓർമ്മകളുമായി കാലം മുന്നോട്ടൊഴുകുകയാണ്. ഇല്ല, മാർട്ടിൻ 22 യാർഡിനിടയിൽ കുറിച്ചിട്ട ക്രിക്കറ്റ് കണക്കുകൾ മരണത്തെയും അതിജീവിച്ച് മുന്നേറും.